ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ നമുക്ക് സമയം കിട്ടാറില്ല. പിന്നെ നമുക്ക് ജോലിക്ക് പോകണം, പഠിക്കാൻ പോകണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും ഞാൻ ബിസിയാണ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച കിട്ടിയപ്പോൾ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളി മഴയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ സംഭവ ബഹുലമായ വീഡിയോ ഒന്നും അല്ല. ജസ്റ്റ് ഒന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് ചില്ല് ചെയ്ത് കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ കൂട്ടുകാരെ പരിചയപ്പെടാനൊന്നുമില്ല, എൻ്റെ വ്ലോഗിലുള്ളവരൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ തന്നെയാണ് എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് അവരുമായിട്ടൊന്ന് അടിച്ചു പൊളിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ മുറി ചെറുതായിട്ടൊന്ന് ഡെക്കറേഷനൊക്കെ കൂട്ടി, ഇച്ചിരി ഓവറായി പോയില്ലേ, എന്നാലും കുഴപ്പമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതല്ലേ വേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടി പോവല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയേക്കാം. ഒരുങ്ങൽ എന്തായാലും നമുക്ക് പതിവുള്ളതാണെന്ന് അറിയാലോ. എന്തായാലും നമ്മൾ ഒരുങ്ങും. എവിടെ പോയാലും നമ്മൾ ഒരുങ്ങാതെ നമ്മളൊരു പരിപാടിയും സെറ്റ് ചെയ്യാറില്ലെന്ന് അറിയാലോ. അപ്പോൾ ഇതാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഹെയർ ഡ്രയർ, ഫിലിപ്സിൻ്റെ ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മുടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി എടുക്കാം. കൊള്ളാം, അത്യാവശ്യം അടിപൊളി സാധനമാണ്, നല്ല ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ള ഹെയർ ഡ്രയർ, 750 രൂപയുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായ സാധനം സൺസ്ക്രീം എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കാറുണ്ട്. മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഞാൻ മറന്നു പോകും, പക്ഷെ എന്നാലും സൺസ്ക്രീം ഉപയോഗിക്കാതിരിക്കാറില്ല അല്ലേ. സൺസ്ക്രീമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പോൾ സെറ്റായില്ലേ? അപ്പം നമുക്ക് കൂട്ടുകാരെ കാണാൻ വേണ്ടി പോവാം. ഓക്കെ, കമോൺ. അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ അമ്മയും അച്ഛനൊന്നുമില്ല. അമ്മ ജോലിക്ക് പോയി, അച്ഛൻ വരുമ്പോൾ ഒരു 12-1 മണിയൊക്കെ ആവും. അപ്പോൾ ഫുഡൊക്കെ ഞാൻ നേരത്തെ കഴിച്ച്. ഫുഡ് മുഖ്യം ബിഗില് അങ്ങനെയല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ വെട്ടം വന്നു. അപ്പോൾ നമുക്ക് നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാം. സ്കൂട്ടർ. അപ്പോൾ സ്കൂട്ടറിൽ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാം. എന്ത് പാടാ. കഴിഞ്ഞ ദിവസം ഇത് കുത്തി കയറ്റിയപ്പോൾ ഈ ഒരു സാധനം ഒടിഞ്ഞു പോയി. ഒരു സാധനത്തിന് 100 രൂപയാ ഒരു ചെറിയ ക്ലിപ്പിൻ്റെ വില. ആൾക്കാരിങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയേ. ഓക്കെ, അപ്പോൾ ക്യാമറ സെറ്റായി. അപ്പോൾ നമുക്ക് ബാക്കി ഈ ക്യാമറയിലായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്ന വിഷ്വൽസ്. കണ്ടോ. അവനിവിടെ ഉണ്ടാടാ, നോക്കാം. അവൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അവൻ എന്നും അറിയുന്നതല്ല, നാളെ പറയും. ബർത്ത്ഡേ ആയിട്ട് ചെലവൊന്നുമില്ല ഞങ്ങക്ക്. ഗിഫ്റ്റൊക്കെ വാവക്കൂട്ടരോട് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ എന്താ വോയിസ് ട്രാൻസ്ലേഷൻ വേണോ? അയ്യോ കാണിക്കണം. എന്ത് കിടപ്പാടാ. അപ്പുറത്ത്. ഗുഡ് മോർണിംഗ്. എടാ, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടാ? നീ എന്താ ഫോൺ എടുക്കാത്തെ? നീ എന്താ കൂട്ടുകാരനാണോ? നീ ഫോൺ എടുത്ത് നോക്കിയേ. നീ ഇന്നലെ രാത്രി നിന്നെ വിളിച്ചപ്പോൾ നീ ബിസി ആയിരുന്നല്ലേ?
രാത്രി ബിസി ആയിരുന്നല്ലോ, അതിന് ഉത്തരം പറ. നീ ആരെ വിളിക്കുമായിരുന്നു അല്ലേ? ഓ ഗൈസ്, ഇപ്പൊ നമ്മളെ അടുത്ത കൂട്ടുകാരൻ ഇവനെ വിളിച്ചിട്ട് ഇവരെടുത്തില്ലല്ലോ. രാവിലെ അമ്പലപ്പുഴക്കൊരു പോക്കുണ്ട്, അതില്ലെങ്കിൽ നമുക്ക് ഉളുപ്പുണ്ടി പോകാം. അമ്പലപ്പുഴ പോകാനും പിന്നെ ഒന്നും മിണ്ടിയില്ല. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എവിടെയാ പോകുന്നേ? നമ്മളിപ്പോ ഇല്ലിഗലിന്റെ ബാക്ക് സൈഡിൽ പോയാണ്. മദാമക്കുളം ക്യാൻസൽ ചെയ്തേടാ. ഇല്ലിഗലിന്റെ ബാക്ക് സൈഡ് ക്ലൈമറ്റ് ഷോ ആണെന്നാണ് കേട്ടത്. മദാമക്കുളം ഇവിടുന്ന് ഏകദേശം ഒരു 81 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് നേരത്തെ വരണം. അപ്പോ എനിക്ക് 6 മണിക്ക് വീട്ടിൽ കയറണം. ഇപ്പൊ സമയം 3 മണിയായി. പിന്നെ ഉണ്ണിച്ചനെ നേരത്തെ ഇപ്പൊ വീട്ടിൽ കയറണം. കാരണം ഉണ്ണിച്ചനെ ഇപ്പൊ പോലീസിലൊക്കെ കിട്ടിയോണ്ട് വള്ളി പിടിക്കാൻ താല്പര്യമില്ല. നേരത്തെ ഞങ്ങൾ ഇവിടുത്തെ മെയിൻ വള്ളികളായിരുന്നല്ലേ. പിന്നെ പ്രായമൊക്കെ ആയി. ഈ ഉണ്ണിച്ചന് കല്യാണം കഴിക്കൊക്കെ വേണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഉണ്ണിച്ചാണ്. 6 മണിക്ക് എന്നിട്ട് കെട്ടാൻ പോവല്ലേ? 6 മണിക്കല്ല, പ്രായമായി കഴിയുമ്പോ കെട്ടിടോ. അപ്പൊ നമ്മൾ എന്തിനു വള്ളി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് നല്ല ജോലി കിട്ടത്തില്ല. പിന്നെ നമുക്ക് യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ യൂറോപ്പിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരൻ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് യൂറോപ്പിൽ പോകണം, സമാധാനമായിട്ട് എനിക്കൊന്ന് ജീവിക്കണം. എന്ന് വെച്ചാൽ ശല്യം അവനെ കൊണ്ട്. എന്ന് വെച്ചാൽ ഒരു ആവശ്യവും ഇല്ലാതെ ചുമ്മാ ഇരുന്നിങ്ങനെ കൊണാന്ന് വളിപ്പടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയാമോ? അതിന് കേറി പഠിക്കുവായിരുന്നു എല്ലാട്ടും അങ്ങോട്ട്. ഞാൻ സ്ക്രൂന്ന് പറഞ്ഞ ഷൂന്ന് കേൾക്കും. എന്തൊരു സ്വഭാവമാണ് ഓർക്കണേ. ഞാൻ എന്ത് പറഞ്ഞോ അതിന്റെയൊക്കെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു കൂട്ടുകാരൻ. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് യൂറോപ്പിൽ പോയി അവനൊന്ന് രക്ഷപ്പെട്ട് കാണണം. എനിക്ക് അത്രേ ഉള്ളു. അതാണ് എന്റെ ആഗ്രഹം. വേഗം നേരെ പോവാ. ലഭിച്ചു. അതെ അതെ, പോട്ടെ, പോയി രക്ഷപ്പെട്ടു. നിന്റെ നാട്ടിൽ പൊന്നാണ് നടന്നാ മതി. പിന്നെ ഒമ്മിനിയെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പണി പാടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി അകത്ത് എപ്പോഴും ആ വണ്ടിക്ക് വെള്ളമൊക്കെ വരും. ആ വണ്ടിയുടെ ബാക്കിൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി തള്ളേണ്ടി വരും. നമ്മുടെ വണ്ടിക്ക് 12 കിലോമീറ്റർ മൈലേജ് ഉള്ളെങ്കിൽ നല്ല യാത്രയാണ്. ഞാൻ നല്ല യാത്രാസുഖമാണ്. AC ഉണ്ട്, പാട്ടും കേട്ട് പോകാം. ആ വണ്ടിക്കകത്ത് അടക്കി വെറുതെ മരിച്ച വീട്ടിൽ പോകുന്ന പോലെ ഞാൻ യോജിക്കുന്നില്ല. ആ വണ്ടി ഞങ്ങൾക്ക് ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ചില്ലറന്നല്ല കട്ടപ്പന വരാൻ പോയാൽ ഈ വണ്ടിയിൽ ബാത്റൂമില്ല. ആ വണ്ടി നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ആ വണ്ടി നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കും. വണ്ടി ഇവന്മാർ എന്റെ വണ്ടിയെ കയറിയിരുന്നത് എന്റെ വണ്ടിയുടെ കുറ്റം പറയാനാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. ഈ വണ്ടി മേടിക്കാൻ പോയ കഥ അറിയാവോ നിങ്ങൾക്കൊക്കെ? അറിയാവോ? ഞാനൊരു നമ്മുടെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തേ ഒരു ബൈക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനിപ്പോ PG കഴിഞ്ഞിരിക്കണേ. നീ PG കഴിഞ്ഞോ? അപ്പൊ ഇവന്മാരൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ ഇവന്മാരൊക്കെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാനൊരു വണ്ടി അങ്ങ് മേടിച്ചു. അല്ലേ, ഒരു വണ്ടി അങ്ങ് മേടിച്ചു. RC200. അപ്പൊ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഇവന്മാരൊക്കെ എന്തിനാണ് ഈ വണ്ടി മേടിച്ചെന്ന് പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് ട്രോളിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡലല്ല, ഒരു പുതിയ ലുക്ക് വന്ന വണ്ടി. അത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തൊട്ട് ഡിപ്രഷൻ ആയി. ഇവന്മാർ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഡിപ്രഷനായി. വണ്ടി കൊടുത്ത് അപ്പൊ ഞാൻ അന്ന് വീട്ടിൽ കിടന്ന് കരഞ്ഞി. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞ് ഒന്നും നോക്കണ്ട, അതേ ഒരു കാറ് മേടിച്ചേക്കാന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം ഒരു ഒറ്റ പോക്കിലങ്ങ് പോയി കാറെടുത്ത്. ആ കാറെടുക്കാൻ പോയ കഥയില്ല ഇവന്മാര് പറയും. ഒറ്റ ഓടിക്കലിൽ ഉണ്ണിച്ചാൻ പറഞ്ഞ കാറ് നമ്മളൊന്നും നോക്കില്ല. ഫസ്റ്റ് ടാർപ്പ മേടിച്ചു, സെക്കൻഡ് ടാർപ്പ മേടിച്ചു. വണ്ടി നല്ലതായിട്ട് കയറി, ഒന്നും നോക്കാനില്ല. എഞ്ചിൻ പക്ക നമ്മളെ വണ്ടി എടുത്ത്. നമ്മളവിടെ ചെല്ലുമ്പോ മഴയായിരിക്കും തോന്നണം. മഴയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഞായറാഴ്ച നമ്മൾ എവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയാലും മഴയായിരിക്കും. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു കൂട്ടുകാരന്റെ കല്യാണം ഉണ്ടായിരുന്നു. അതിന് നല്ല അടിപൊളി മഴ പെയ്തു. അന്നേരം അന്നത്തെ വ്ലോഗ് ഷോകായി. ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ ഏകദേശം ഒരു 2-3 മാസമായിട്ട് കഷ്ടപ്പെടുക. ഒന്നും സെറ്റ് ആവുന്നില്ല. മഴ, പിന്നെ വേറെ കുറെ പ്രശ്നങ്ങള് അല്ലേ. അതെങ്ങനെ പോണ്ട?
ആ അപ്പൊ കുറച്ച് പോവാം. ഇവിടെ കയറണ്ട, ഇത് പോണ വഴിയാ, സാധാ വഴി. അതാ ഞാൻ ചോദിച്ചത്. അടുത്ത ജംഗ്ഷനിൽ നിന്നല്ലേ? ഓക്കെ ഓക്കെ. ഇന്ത്യൻ ആർമി ഇടം നേടിയ അതായത് നമ്മൾ വീണ്ടും വകതെറ്റിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ പ്രധാന പാതയിൽ കൂടിയാണ് പോയത്. ഇപ്പോൾ ശരിക്കും നമ്മൾ പോകേണ്ടത് ബാക്ക് സൈഡിൽ എത്താൻ വേണ്ടി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ട? 3 ലെവ് എന്ന് പറഞ്ഞൊരു വഴി ചെന്നിട്ട് അവിടുന്ന് ലെഫ്റ്റ് പോകണം. ഇനി റൈറ്റ് അല്ലേ? ഒരു റൈറ്റ് പോകണം. ആ ഓട്ടോക്കാരൻ നമ്മളെ പറ്റിച്ചു. ഓട്ടോക്കാരൻ നൈസായിട്ട് നമ്മളെ പറ്റിച്ചു. ഓട്ടോക്കാർക്ക് വഴി അറിയാൻ മേലെന്ന് തോന്നണ. D7045 അതാണ് ഓട്ടോക്കാരൻ്റെ നമ്പർ. നിങ്ങൾ ടി വി കണ്ടിരിക്കും. വിളിക്കണം. നമ്മളിപ്പോ പോകുന്ന വഴി എല്ലായിടത്തും ആൾക്കാർ സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടു. എന്നുവെച്ചാൽ നമ്മളൊരു യാത്ര പോകുമ്പോൾ സിഗരറ്റ് ഒക്കെ വലിക്കുന്ന മോശമുള്ള പരിപാടി. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും സിഗരറ്റ് വലിക്കുന്ന ആരുമില്ല, വെള്ളം കുടിക്കുന്ന ആരുമില്ല, ആർക്കും ഒരു ദുസ്വഭാവങ്ങളൊന്നുമില്ല. എല്ലാവരും ചില്ലാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക, നമ്മള് ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ കുഴിമന്തി അതുപോലുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. എന്നാലും ഇതൊക്കെ ഇപ്പൊ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഫിറ്റ്നസ് ഒക്കെ നോക്കണമല്ലോ. ഇപ്പൊ പ്രായമൊക്കെ ആയി വരുന്നു. അപ്പൊ നമ്മള് ഇതാണ് മീൻ വിളിയാൻ പാറ. അപ്പോൾ നമ്മൾ എല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇവിടെ ആരും ഇല്ലെന്നാണ്, പക്ഷെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഹലോ, അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ഇതിൻ്റെ ഏറ്റവും മേളിൽ കയറണോ? റിസ്ക് അല്ലേ? ഇവിടെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. കാർ പാർക്കിംഗ് കാണാൻ ഇവിടെ പണ്ടത്തെ പോലെ എനിക്ക് പോയി മലയൊക്കെ കയറാനുള്ള ഒരു ശക്തി ഇല്ല. ഇപ്പൊ എല്ലാം പോയി. അപ്പൊ കാറിലുള്ള യാത്ര മാത്രമേ ഉള്ളൂ. സിറാജിന്റെ തട്ടുകട, RCB സിറാജോ? സിറാജിനെ അറിയുന്നു? ഇല്ല, എനിക്ക് വേറൊരു സിറാജിനെ അറിയാം. മാലിപ്പുറം സിനാജ്. ഇനി നമുക്ക് ഒരുപാട് നടക്കാനുണ്ടല്ലേ? നടന്നൊരു വഴിയാണ്. പോകുന്ന വഴി പാമ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ. എന്ത് വനം? എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഒരു പ്രേതത്തിന്റെ ഒക്കെ ഒരു കേൾക്കാറുണ്ടോ? ഇവിടെ മൊത്തം കാടാണ്. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. അവിടെ എനിക്ക് തോന്നണം ഇല്ലിക്കക്കല്ലിന്റെ ഫ്രണ്ട് സൈഡിനെക്കാളും പൊളി ബാക്ക് സൈഡാന്ന് തോന്നണം. ഒരു ഫോറസ്റ്റ് അവരാതാണ്. നമ്മളിപ്പോ ഇല്ലിക്കക്കല്ലിന്റെ ഏകദേശം നടുക്കെത്തിയിട്ടുണ്ട്. മേലോട്ട് കയറാൻ നമുക്ക് അതിനുള്ള സ്റ്റാമിനയൊക്കെ ഉണ്ടല്ലേ. കോട ഇറങ്ങി വരുവാ. നമുക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ എത്തത്തില്ല നമ്മൾ ആ സമയത്ത്. 2 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇല്ലിക്കക്കല്ല് വന്ന് നമ്മൾ പകുതി വരെ വന്നിട്ട് തിരിച്ചു പോകാം. കാരണം കോട ഇറങ്ങുവാണ്. ഇപ്പോൾ ഇനി നമുക്ക് നടന്നിറങ്ങണം. കയറുന്നതിനേക്കാളും സീനാണ് ഇറങ്ങാൻ. ലോക്കഡൗൺ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം. ഓ അയ്യോ, അപ്പൊ നോക്കണേ. അവിടെ എനിക്ക് അടിയിൽ കൂടെ ഇറങ്ങുന്ന സേഫ് എന്ന് എനിക്ക് ഇടുങ്ങിയ കുഴി. ഓ ചത്തി. കയറുന്ന പോലെ സുഖമാണല്ലോ ഇറങ്ങാൻ. പക്ഷെ കയറുമ്പോൾ കൂടുതൽ സ്റ്റാമിന വേണം. ഇറങ്ങുമ്പോൾ സ്റ്റാമിന കുറച്ച് മതിയല്ലേ. ചെരുപ്പിൻ്റെ ഗ്രിപ്പില്ലെങ്കിൽ അടിവാരത്ത് വെച്ച് കാണാം.
വരുന്ന ഒരു ട്രെക്കിംഗ് ഷൂ ഒക്കെ ഇട്ട് വേണം വരാൻ, അല്ലെങ്കിൽ പണി പാലം വെള്ളത്തിൽ കിട്ടും. ഇതാണ് നമ്മുടെ ഇല്ലിക്ക കല്ലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ. ഫ്രണ്ട് സൈഡ് വ്യൂവിനേക്കാളും അടിപൊളിയാണ് ബാക്ക് സൈഡ് വ്യൂ അല്ലേ? അതെ. ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് പൈസ ഒന്നും വേണ്ട. നമ്മുടെ ഫ്രണ്ട് സൈഡ് വ്യൂവിൽ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 80 രൂപ ജീപ്പിന് കൊടുക്കണം. അത്യാവശ്യം ഹാൻഡ് ബ്രേക്ക് ഉള്ള വണ്ടിയായിട്ട് വല്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒന്നിനും പൈസ വേണ്ട, വെറുതെ വന്ന് എൻജോയ് ചെയ്ത് ചില്ലായിട്ട് പോവാം. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രൗഡാണ്. നല്ല വണ്ടിയൊക്കെ ആയിട്ട് വന്നാൽ മര്യാദക്ക് പോയിട്ട് വരാം.